മുട്ടയുമായി ബന്ധപ്പെട്ട 3 തെറ്റിദ്ധാരണകൾ മാറ്റാം. ഒന്നാമത്തത്, മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ? ഒരിക്കലും കൂടുകയില്ല. ഒരു മുട്ടയിൽ 200 മില്ലിഗ്രാം കൊളസ്ട്രോൾ ഉണ്ട്. നമ്മുടെ കരൾ ഒരു ദിവസം 1500 മില്ലിഗ്രാം കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മൾ എത്രത്തോളം കൊളസ്ട്രോൾ കഴിക്കുന്നോ അത്ര കുറച്ച് മാത്രമേ കരൾ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. മുട്ടയുടെ മഞ്ഞയിൽ നല്ല കൊളസ്ട്രോളാണുള്ളത്. അതുകൊണ്ട് തന്നെ HDL ഉയർത്താൻ മുട്ടയുടെ മഞ്ഞ വളരെ നല്ലതാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട കഴിച്ചാൽ പൈൽസ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. പൈൽസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബറിൻ്റെ കണ്ടൻറ്റ് വളരെ കുറയുക, തീരെ വെള്ളം കുടിക്കാതെ വരിക. ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഫോം ചെയ്ത ഈ ഒരു മലം കുടൽ വഴി മൂവ് ചെയ്യുന്നത് വളരെ പതുക്കെയാവും. അങ്ങനെ വരുമ്പോൾ ആളുകൾ സ്ട്രെയിൻ ചെയ്യും വല്ലാണ്ട്. അതുമല്ലാന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ ഒരുപാട് സമയം ഇരിക്കും. ഇങ്ങനെ വരുമ്പോൾ മലദ്വാരത്തിന് ചുറ്റും പ്രഷർ കൂടുന്നു. ഈ പ്രഷർ കാരണമാണ് പൈൽസ് ഉണ്ടാകുന്നത്, അല്ലാതെ മുട്ട കഴിച്ചിട്ടല്ല പൈൽസ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ബ്ലീഡിങ് പൈലുള്ള ഒരാൾക്ക് മുട്ട നല്ലതുമല്ല. മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈൽസുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. പൈൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ താറാമുട്ടയാണ് കോഴിമുട്ടയേക്കാൾ നല്ലത് എന്നൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനെയുമില്ല. താറാമുട്ട കോഴിമുട്ടയേക്കാൾ കുറച്ചുകൂടി വലുതായതുകൊണ്ട് അതിനകത്ത് കണ്ടൻസ് കുറച്ചുകൂടി കൂടുതലുണ്ടാവും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.25 കോഴിമുട്ടയാണ് ഒരു താറാമുട്ട. എന്നല്ലാതെ കോഴിമുട്ടയേക്കാൾ പൈൽസിന് ഉപകരിക്കുന്ന ഒന്നും തന്നെ താറാമുട്ടയിലുമില്ല.